അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. പെട്ടെന്ന് DHLന്ന് ഒരു വിളി വന്നു. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സാധനം ഇവിടെ വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്റെ ചെക്കപ്പ് ഡേയും കൂടെ ആയതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ രണ്ടാളും പാർസൽ കളക്ട് ചെയ്തിട്ട് ചെക്കപ്പിന് പോവാന്ന് വെച്ചു. എല്ലാ പാർസലും പോലെയല്ല, ഈ പാർസൽ കൈപ്പറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റെ അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. പെട്ടെന്ന് DHLന്ന് ഒരു വിളി വന്നു. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സാധനം ഇവിടെ വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്റെ ചെക്കപ്പ് ഡേയും കൂടെ ആയതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ രണ്ടാളും പാർസൽ കളക്ട് ചെയ്തിട്ട് ചെക്കപ്പിന് പോവാന്ന് വെച്ചു. എല്ലാ പാർസലും പോലെയല്ല, ഈ പാർസൽ കൈപ്പറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റേതായ സന്തോഷമുണ്ട്. ഒടുവിൽ പാസ്പോർട്ടും വെരിഫൈ ചെയ്ത് ഒപ്പിട്ട് കൊറിയർ കൈപ്പറ്റി. കോഡാണ് വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ വിടില്ല, വിരട്ടി എടുക്കും വീഡിയോ. അതാണ് ഇതാണ് ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെന്റ്. ഇതിന്റെ തൊട്ട് പിറകെയാണ് ക്ലിനിക്കുള്ളത്. കുറച്ചു നാൾ മുന്നേ വരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലിനിക്കിൽ ഓടിയെത്തുമായിരുന്നു. സ്ഥലം മാറിയപ്പോൾ ആ 10 മിനിറ്റ് മാറി അരമണിക്കൂറായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ആദ്യം തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന ക്ലിനിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറണ്ടാന്നും വെച്ചു. മാത്രമല്ല